ദ്വാരപാല കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിധി പറയും. അറസ്റ്റായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത്. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, നാളെ സ്വാഭാവികമായി ജാമ്യത്തിലുള്ള സാധ്യതയുണ്ടോ? രണ്ട് കേസുകളിലെയും സ്ഥിതി എങ്ങനെയാണ്? അതായത് രതീഷ്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ചിലയിടങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യാപകമായി വരുന്നുണ്ട്. എന്നാൽ ആ കാര്യം ശരിയല്ല. ഇതിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നോ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അതായത് ഈ കോടതി വിധിയിൽ ജാമ്യം ഉണ്ട് എന്ന് അറിയിക്കണമെങ്കിൽ കൃത്യമായി ഒന്നുകിൽ ജഡ്ജി ആ കോടതിയിൽ വെച്ച് ജാമ്യം അനുവദിച്ചു എന്ന് പറയണം, അല്ലാത്ത പക്ഷം ഒരു ഓർഡറായി പുറത്തിറങ്ങണം. ആ ഓർഡർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലാത്ത പ്രചരണങ്ങളെല്ലാം വ്യാജമാണ്, വ്യാജമായി സൃഷ്ടിച്ചവയാണ്, വ്യാജമായിട്ടുള്ള വാർത്തകളാണ് എന്ന് ഈ തരുണത്തിൽ പറയേണ്ടി വരും. കാര്യം പലപ്പോഴും ഈ ഓർഡർ ഇന്ന് പുറത്തിറങ്ങും എന്നുള്ള ഒരു 5 മണിക്ക് മുമ്പ് പുറത്തിറങ്ങുമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇതുവരെ ആ ഓർഡർ പുറത്തിറങ്ങിയിട്ടില്ല. നാളെ ആയിരിക്കും ഈ സംഭവത്തിൽ വിധി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ കോടതി നടപടികൾ നേരിട്ട് നിരീക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് ഇന്ന് പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യങ്ങൾ, ഇത് വലിയ രീതിയിൽ സ്വർണ്ണ കവർച്ച നടന്നിട്ടുള്ള ഒരു കേസാണ്, വലിയ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ കൃത്യമായി അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പണം കോടതിയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. അതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കുന്നതിന് അനുമതി നൽകരുത്. അപ്പം സാധാരണ പറയാറുള്ളത് പോലെ ആഴ്ചയിൽ 2 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. അതിനുശേഷം പ്രതിഭാഗത്തിൻ്റെ വാദം കേട്ടു. പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ചത് 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിലായിട്ട്. അതായത് ദ്വാരപാല കേസിൽ അറസ്റ്റിലായിട്ട് ഏതാണ്ട് 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും 90 ദിവസം കഴിഞ്ഞ ഒരു പ്രതിക്ക് ജാമ്യം, കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം ലഭിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള അവകാശമാണ്. അത് ഹനിക്കുന്ന നടപടി കോടതിയിൽ നിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. എന്തുതന്നെയായാലും പ്രതിഭാഗത്തിന്റെ ആ വാദം കോടതി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. കാര്യം ഇതുവരെ കുറ്റപത്രം ആദ്യ കേസിൽ സമർപ്പിച്ചിട്ടില്ല. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാല കേസിൽ ജാമ്യം ലഭിച്ചാൽ തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. കാര്യം കട്ടളപ്പാളി കേസിൽ അദ്ദേഹം ഇപ്പോഴും ജയിലിനുള്ളിലാണ്. ഒരു തവണ കൂടി എടുത്തു പറയാം, ഇതുവരെ ഈ നിമിഷം വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അത്തരം ഒരു പ്രചാരണം വരുന്നത്? തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിക്കപ്പെടുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി എന്ന തരത്തിൽ. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയല്ലേ സംഭവിക്കാൻ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ചില സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നത്. ആ വാർത്തകൾ, അതായത് ഞാൻ കോടതിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, കോടതിയിൽ ഈ നിമിഷം വരെ ഒരു ഉത്തരവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരവ് പുറത്തിറങ്ങാതെ കോടതിയിൽ നിന്ന് ഈ വിധിയാണ് വരിക എന്ന് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കില്ല. കോടതി തീരുമാനിക്കുക, അതായത് ആ ജഡ്ജി ഡോക്ടർ CS മോഹിത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ജാമ്യം നൽകണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. സ്വാഭാവികമായും നമുക്ക് അനുമാനിക്കാം 90 ദിവസം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ജഡ്ജി ജാമ്യം കൊടുക്കുമെന്നുള്ള രീതിയിലേക്ക് നമുക്ക് അനുമാനിക്കാം. മാത്രമല്ല പ്രോസിക്യൂഷൻ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്തിട്ടില്ല. ഒരു കണ്ടീഷൻ ബെയിൽ നൽകണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ്, ഉപാധികളോട് ജാമ്യം നൽകണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആ പ്രോസിക്യൂട്ടർ പറഞ്ഞത്, പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. വാദങ്ങൾ നടന്നുവെങ്കിൽ പോലും വലിയ ശക്തമായിട്ടുള്ള മുൻ ദിവസങ്ങളിലുണ്ടായതിന് സമാനമായ രീതിയിലുള്ള ശക്തമായ വാദങ്ങൾ കോടതിയിൽ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം ഇന്ന് ജാമ്യം അനുവദിച്ചു എന്ന രീതിയിലൊക്കെ പറയാം. പക്ഷേ അങ്ങനെയല്ല. കോടതി നടപടി കോടതി കൃത്യമായി പറയാതെ ഒരു കാരണവശാലും, അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവുണ്ടാവാതെ ഇന്ന് ഈ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ നടക്കുന്നു. അതിനുശേഷം ജഡ്ജി നേരെ ഇറങ്ങി പുറത്ത് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം യാതൊരു തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ജഡ്ജി ഡോക്ടർ CS മോഹിത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നൊരു 5 മണിയോടുകൂടിയെങ്കിലും ഓർഡർ പുറത്തിറങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 4 മണി മുതൽ നമ്മൾ ഈ പ്രോസിക്യൂട്ടറെയും മറ്റ് അഭിഭാഷകന്റെ പ്രതിയുടെ അഭിഭാഷകനെ അടക്കമുള്ള ആൾക്കാരെ ബന്ധപ്പെടുന്നുണ്ട്. ഈ നിമിഷം വരെ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഓർഡർ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല കോടതിയിൽ നിന്ന് പറയുന്നുണ്ട് ഇന്ന് ഇതുവരെ ഓർഡർ പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും 5 മണിക്ക് കോടതിയുടെ നടപടികൾ പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ നാളെ ആയിരിക്കും ഈ കേസിൽ വിധി ഉണ്ടാകുക. മറ്റുള്ള വാർത്തകൾ അവാസ്തവമാണ്, വ്യാജമാണ്.